ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന പേര് മാനവ് സുതാർ എന്ന യുവതാരത്തിൻ്റെതാണ്. രവീന്ദ്ര ജഡേജയ്ക്കും അക്ഷർ പട്ടേലിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് അടുത്ത മാജിക്കൽ ലെഫ്റ്റ് ആം സ്പിന്നർ എത്തുകയാണ്. ഇന്ത്യൻ സ്പിൻ പാരമ്പര്യത്തിലെ അടുത്ത വലിയ താരമാകാൻ മാനവ് സുതാറിന് സാധിക്കുമോ എന്നിവയൊക്കെയാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യങ്ങൾ. നിർണായക സമയങ്ങളിലെല്ലാം ഇന്ത്യയെ രക്ഷിക്കാൻ അവതരിക്കുന്ന സ്പിൻ മാന്ത്രികരുടെ പട്ടികയിലേക്ക് മാനവിന്റെ പേരുകൂടി കഴിഞ്ഞ മത്സരത്തോടെ കൂട്ടിച്ചേർക്കാം. ഗാലെ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സുകളുമായി 10 വിക്കറ്റാണ് മാനവ് വീഴ്ത്തിയത്. അഫ്ഗാനിസ്ഥാനെതിരായ അരങ്ങേറ്റ മത്സരത്തിലും 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച സുതാർ തുടർച്ചയായ 2ാം ടെസ്റ്റിലും 5 വിക്കറ്റ് തികയ്ക്കുന്ന അപൂർവ നേട്ടത്തിന് ഉടമയായിട്ടുണ്ട്. ഗാലെ ടെസ്റ്റിലെ 2 ഇന്നിംഗ്സുകളുമായി 10 വിക്കറ്റ് സുതാർ വീഴ്ത്തിയത് 24 വയസ്സും 12 ദിവസവും പ്രായമുള്ളപ്പോഴാണ്. ഇതോടെ വിദേശ മണ്ണിൽ 10 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ സ്പിന്നർ എന്ന നേട്ടവും സുതാറിന്റെ പേരിലായി. 2008 ഇതേ മൈതാനത്ത് 28ാം വയസ്സിൽ ഹർഭജൻ സിംഗ് കുറിച്ച നേട്ടമാണ് മാനവ് മറികടന്നത്. ഗാലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ 10 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ ബൗളറായി സുതാർ മാറി. കഴിഞ്ഞ വർഷം ഇന്ത്യ എ ടീമിനായി ഓസ്ട്രേലിയ എ ടീമിനെതിരെ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചതോടെയാണ് സുതാർ സീനിയർ ടീമിന്റെ പരിഗണനയിലേക്ക് എത്തിയത്. രാജസ്ഥാനിൽ നിന്നുള്ള മാനവ് സുതാർ നിലവിൽ ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യ എ ടീമിലും തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്. രാജസ്ഥാനായി ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറിയ മാനവ് വളരെ കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് തന്നെ രഞ്ജി ട്രോഫിയിൽ വിക്കറ്റ് വേട്ടയിൽ മുന്നിലെത്തി. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി ടീമിനായി ഒരു ഇന്നിംഗ്സിൽ 7 വിക്കറ്റുകൾ ഉൾപ്പെടെ ഒറ്റ മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തിയാണ് മാനവ് എല്ലാവരെയും ഞെട്ടിച്ചത്. ഗുജറാത്ത് ടൈറ്റൻസ് ടീമിലെത്തിയ യുവതാരം ഭാവിയിൽ ഇന്ത്യൻ സീനിയർ ടീമിന്റെ സ്പിൻ ബൗളിംഗ് നിരക്ക് കരുത്താകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൃത്യമായ ലൈനും ലെങ്തും ബാറ്റ്സ്മാനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ടേണുമാണ് മാനവിന്റെ പ്രധാന ആയുധം. ബോളിംഗിനൊപ്പം ലോവർ ഓർഡറിൽ ഉപകാരപ്രദമായ ബാറ്റിംഗ് സംഭാവന ചെയ്യാനും മാനവിന് കഴിയും.